ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വളരെ പഴയകാലത്തിലുള്ള ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണാൻ പോകുന്നത്. പഴയ കാലം എന്ന് പറഞ്ഞാൽ വളരെ പഴയ കാലത്ത് എൻ്റെ അമ്മൂമ്മയൊക്കെ ഇത് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. മാത്രമല്ല ഞാനൊക്കെ കൊച്ചുനാളിൽ സ്കൂളിൽ പഠിക്കുമ്പോഴേ സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോൾ അമ്മയൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. വളരെ രുചിച്ച് കഴിച്ചിട്ടുള്ള ഒന്നാണ്. പക്ഷെ പിന്നെയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ നിന്നും അതൊക്കെ അങ്ങ് പോയി. അങ്ങനെ പലർക്കും ഇത് ഓർമ്മ പോലും കാണില്ല ഇങ്ങനെ ഒരു പലഹാരത്തിനെ പറ്റിയുള്ളത്. അപ്പം അതിനായിട്ട് നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുമല്ലോ, അരിയും തേങ്ങയും ശർക്കരയും നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണും. അത് മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. ഇപ്പൊ ഞാനൊരു 1 കപ്പ് മട്ടയരി എന്ന് പറയുന്നത് നമ്മുടെ ചോറ് വെക്കുന്ന പുഴുങ്ങലരിയില്ലേ, അത് ചുമന്ന അരി 1 കപ്പ് വെള്ളത്തിലിട്ട് വൃത്തിയായിട്ട് കഴുകി ഇതുപോലെ ഒരു അരിപ്പില് വെള്ളം തോരാനായിട്ട് വെച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അരമുറി തേങ്ങ ചിരകിയപ്പോഴത്തേക്ക് ഇത്രയും തേങ്ങ ആയിട്ടുണ്ട്. അത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ശർക്കര പൊടിച്ചത്, ശർക്കര നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര പൊടിച്ചത്. ഇത്രയും മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നല്ല നാവിന് രുചിയായിട്ട് ഒരു പലഹാരം ഉണ്ടാക്കാം. അപ്പൊ നമുക്കത് പോവാം ഉണ്ടാക്കാൻ. അപ്പൊ നമുക്ക് ആദ്യം അരി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഈ അരി ഒന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോ ഞാനിപ്പോ വറക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-4 മിനിറ്റേ ആയിട്ടുള്ളൂ. ഏകദേശം ഒരു 20 മിനിറ്റ് വരെ വേണ്ടി വരും. ഇത് വറുത്ത് വരുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഒന്ന് പൊരിഞ്ഞ് പൊട്ടുന്ന സൗണ്ട് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇത് പൊരിഞ്ഞ പൊട്ടി വരുന്നതിൻ്റെയൊക്കെ ഒരു സൗണ്ട്. ആയിട്ടില്ല, അരിയുടെ അകമൊക്കെ ഒന്ന് വെന്ത് വറുത്ത് വരണ്ടേ. ഇപ്പൊ ഒരു 10 മിനിറ്റ് വരെ ആയിട്ടുള്ളൂ. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. കണ്ടോ, ഇപ്പൊ ഒരു 10-15-16 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. അപ്പം വേണ്ട അരി ഇങ്ങനെ ബ്രൗൺ ആയിട്ട് നല്ല കിലുകിലാന്ന് ആ പൊട്ടലൊക്കെ മാറിയിട്ട് നന്നായിട്ട് ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പൊ ഇത് മതി നമുക്ക്. ഏകദേശം ഒരു 15-16-17 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. ഞാൻ അതുവരെ വറുത്തിട്ടുണ്ട്, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ വെച്ച് ഒന്ന് പൊടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പൊ നമ്മൾ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ തിരുവി വെച്ചിരുന്ന തേങ്ങ അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിക്കൊന്നും വേണ്ട, ആ തേങ്ങ അതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പൊടി അങ്ങനെ, ആ ശർക്കര പൊടി അങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക്. എടുത്തു വെച്ചിരുന്ന ശർക്കര ഞാൻ മൊത്തം ഇടുകയാണ്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചിലർക്ക് മധുരം കുറവ് മതിയല്ലോ. മധുരം അല്പം കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ചിലര് ഇപ്പൊ ഉള്ള പുതിയ വേർഷനിൽ ഇതിനകത്ത് കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഈ അരി പൊടിക്കുമ്പോൾ അതിന്റെ കൂടെ ഇട്ട് പൊടിച്ചിടുന്നുണ്ട്, പ്രത്യേകം പൊടിച്ച് ചേർക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചേർക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത് മൂന്നും മാത്രം പൊടിച്ചെടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുത്ത് നന്നായിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ അതിനൊരു തനി രുചിയാണ്. ഈ കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു രുചി ഒന്ന് മാറും. പിന്നെ ചിലർക്ക് അത് കുറച്ച് പ്രോട്ടീനാന്ന് തോന്നും, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റിൽ വേണമെന്ന് തോന്നും. പക്ഷെ ആദ്യമായിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമ്മളെല്ലാം ഇങ്ങനെ കുഴക്കുകയാണ്. നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. നമ്മൾ പൊടിച്ച അരിയും ആ തേങ്ങയും ആ ശർക്കരയും മാത്രമേ ഉള്ളൂ. നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ വേണേൽ ഒഴിച്ചു കൊടുക്കാം. ഞാനതൊന്നും ഒഴിച്ചിട്ടില്ല. ഇത് ഇതുപോലെ തന്നെ ചുമ്മാ അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പുട്ട് കഴിക്കുന്ന പോലെ പഴമിട്ട് ഇളക്കി കഴിക്കാം. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മളതൊന്ന് ഉരുട്ടി വെക്കുകയാണ്. ആ തേങ്ങയുടെയും ശർക്കരയുടെയൊക്കെ ആ ഈർപ്പം ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഉരുണ്ട് കിട്ടും. ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഉരുട്ടി സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ നന്നായിട്ട് നമ്മൾ ഉരുട്ടി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒന്നും പൊട്ടിപ്പോയോ ഒന്നുമില്ല, നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. ആ തേങ്ങയുടെയും ശർക്കരയുടെയും കൂടെ ആ ഒരു നനവില് ഇത് നന്നായിട്ട് ഉരുണ്ട് അങ്ങനെ ഉറച്ചിരുന്നോളും. ഇത് ഉടഞ്ഞു പോവേ ഒന്നുമില്ല. ഇത് ഒരു 5-6 ദിവസം വരെ ഫ്രിഡ്ജിൽ ഒന്നും വെക്കണ്ട, വെളിയിൽ കേടുകൂടാതെ തന്നെ ഇരിക്കും. പക്ഷെ അത്രയും ദിവസം വെച്ചേക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. അപ്പൊ തന്നെ നമ്മൾ കഴിച്ചു തീർത്തു പോകും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു നാടൻ സംഭവമാണ്. ഒന്നുമില്ല ഇതിനകത്ത്. അരിപ്പൊടിയും ശർക്കരയും തേങ്ങയും മാത്രമേ ഉള്ളൂ. ഉരുട്ടാനായിട്ട് നെയ്യ് ഒഴിച്ചിട്ടില്ല,
ചൂട് പാലൊഴിച്ചിട്ടില്ല, വെള്ളം ഒഴിച്ചിട്ടില്ല, ഒന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ അടുത്ത കുറച്ച് പൊടി ഞാൻ ചുമ്മാ വെച്ചിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അമ്മ പറഞ്ഞു ഇത് അവര് പഴയ കാലത്തെ ആൾക്കാരല്ലേ, പഴം ഇട്ട് ഇളക്കി കഴിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പൊടി അങ്ങനെ ഞാൻ ചുമ്മാ വെച്ചിരിക്കുകയാണ്, കുറച്ച് പൊടി. അതും നല്ല ടേസ്റ്റാ. പഴം ഇട്ട് ഇളക്കി പുട്ട് കഴിക്കുന്നത് പോലെ കഴിക്കാം, അല്ലെങ്കിൽ ചുമ്മാ സ്പൂൺ കൊണ്ട് കോരി വെറുതെ വേണമെങ്കിലും കഴിക്കാം. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് കുറച്ച് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചു. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇത് രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ നാടൻ അരിയുണ്ടയുടെ റെസിപ്പി കണ്ടല്ലോ എല്ലാവരും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക്